സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് എന്തെല്ലാം പവറുണ്ട്, രജിസ്ട്രാർക്ക് എന്തെല്ലാം പവറുണ്ട്, ഇതിനെ സംബന്ധിച്ച് ലിഖിതമായിട്ടുള്ള നിയമമുണ്ട്. ആ ലിഖിതമായിട്ടുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള യാതൊരു അധികാരവും സർവകലാശാല നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇവിടെ തികച്ചും രാഷ്ട്രീയമായി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് രജിസ്ട്രാറുടെ പേരിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സർവകലാശാല കാമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന സെനറ്റ് ഹാൾ ആർക്കും വാടകയ്ക്ക് എടുക്കാം, പക്ഷേ അതിനകത്ത് പ്രശ്നങ്ങളില്ല. പക്ഷെ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത്, ആ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായി രജിസ്ട്രാർ അത് തടയുക, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അത് ഏത് സ്ഥാപനമാണെങ്കിലും അങ്ങനെയല്ലേ? അത് ചെയ്തതിന് പേരിൽ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് സംഘപരിവാർ ശക്തികൾ പറയുന്നത് കേട്ട് കേരള സർവകലാശാലയുടെ VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു കാരണവശാലും നിയമപരമായി തന്നെ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലയുടെ സെനറ്റ് ഹാളിനകത്ത് ഒരു സ്ത്രീ ഒരു കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വെച്ചാൽ അത് എങ്ങനെയാണ് വേറൊരു രീതിയിൽ നമ്മൾ കാണുന്നത്? സ്വാഭാവികമായി അതൊരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ RSSന്റെ ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പ് വരുമല്ലോ. ആ എതിർപ്പാണ് ശരിയായ രീതിയിൽ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുക മാത്രമാണ് രജിസ്ട്രാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് തനിക്ക് അധികാരമില്ലെങ്കിലും ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് സർവകലാശാലയും ഇവിടുത്തെ ജീവനക്കാരും പൊതുസമൂഹവും ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും. ഇതാരാ ഭാരതാംബ എന്ന് പറയുന്നത്? ഒരു സ്ത്രീ കാവി കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് ഭാരതാംബ എങ്ങനെയാവും? എവിടെയാണ് ഭാരതാംബ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾ കാണിച്ചു തരുമോ? അതൊന്നുമല്ല. അതെല്ലാം മതപരമായ ചിഹ്നമാണ്. ചില 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 സംഘടനകള് അവരുടെ പരിപാടികളിൽ വെക്കുന്ന ചിത്രമാണത്. ആ ചിത്രത്തെ ഒന്നും അങ്ങനെ മതേതര ഭാരതമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അല്ല, ഗവർണറെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും. വരും ദിവസങ്ങളിലും ഗവർണറെ ആ പ്രതിഷേധം അറിയിക്കും. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗവർണറെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതിൽ ഗവർണറെ കൃത്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ആ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.